രോഗത്തിൻ്റെ യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സമർപ്പണ ജീവിതം അർത്ഥപൂർണമാക്കണമെന്ന തീരുമാനം ഞാൻ എടുത്തു. സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എനിക്ക് ഏകാന്തത അനുഭവിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ദൈവം നൽകിയ നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഞാൻ വ്യാപ്തിയായിരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഫാദർ ടൈറ്റസ് SVD ആണ് എനിക്ക് ഹോളി സ്പിരിറ്റ് സിസ്റ്ററസ് SSPS കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ സിനി ജോർജിനെ പരിചയപ്പെടുത്തി തരുന്നത്. സിസ്റ്ററിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ശബ്ദവും സ്നേഹവാത്സ്യത്തോടുകൂടിയുള്ള ചേട്ടാ എന്ന വിളിയും. വലിയൊരു മിഷണറി ആകണമെന്നായിരുന്നു സിസ്റ്ററിൻ്റെ ആഗ്രഹം. എന്നാൽ താൻ സിസ്റ്ററായ ശേഷം, നിത്യവ്രത വാഗ്ദാനം നടത്തിയ ശേഷം ഉടൻ തന്നെ സിസ്റ്ററിന് തൻ്റെ നാഡികളുടെ ആഭരണ ഭിത്തിക്ക് തകരാറാകുന്ന മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന മാരക രോഗം സിസ്റ്ററിനെ പിടികൂടി. സിസ്റ്ററിൻ്റെ ശരീരം മുഴുവനും തളർന്നു. സിസ്റ്റർ ഇപ്പോൾ കിടപ്പിലാണ്. പക്ഷേ ഈശോയെ പ്രഘോഷിക്കണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന സിസ്റ്ററിൻ്റെ ആഗ്രഹം അസ്തമിച്ചില്ല. പല ഇരുണ്ട രാത്രികളും സിസ്റ്ററിന് വന്നു. എന്നാൽ ക്രൂശിതനായ ക്രിസ്തു തൻ്റെ വേദനകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സിസ്റ്റർ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ സന്തോഷത്തോടുകൂടി തൻ്റെ മണവാളൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സാക്ഷ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ ദൈവാനുഗ്രഹവും നിറഞ്ഞ ജീവിതം ഒരു ദൃശ്യമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുവാൻ പ്രോത്സാഹിപ്പിച്ച ഫാദർ ടൈറ്റസ് SVDയോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എൻ്റെ അനുഭവം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത ഷക്കീന TV ചാനലിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ മലയാളത്തിലേക്കാക്കുവാൻ എന്നെ സഹായിച്ച ഓരോ വ്യക്തിയോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ ആദ്യപടിയായി 1994 ജൂൺ 15 ഞാൻ മഠത്തിൽ ചേർന്നത്. സന്യാസ പരിശീലനത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോയ ഞാൻ 2001 ജനുവരി 6 എൻ്റെ പ്രഥമ സന്യാസ വാഗ്ദാനം നടത്തി. 2008 ഏപ്രിൽ 5 നിത്യവ്രത വാഗ്ദാനം. ഒരു മിഷണറിയായി ജീവിക്കുവാനുള്ള എൻ്റെ ആഗ്രഹം ജൂനിയർ സിസ്റ്റർ ആയിരുന്നപ്പോൾ തന്നെ വെട്ടിച്ചുരുക്കേണ്ടതായി വന്നു. 26 വയസ്സിൽ മാറാരോഗമാകുന്ന മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന രോഗം എന്നെ ബാധിച്ചതോടെ എൻ്റെ സമർപ്പണ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു. രോഗത്തിൻ്റെ യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സമർപ്പണ ജീവിതം അർത്ഥപൂർണമാക്കണമെന്ന തീരുമാനം ഞാൻ എടുത്തു. ധാരാളം അവസരങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എങ്കിലും എന്ത്, എങ്ങനെ, എപ്പോൾ എന്നീ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിനെയും ചിന്തകളെയും മേഘാവൃതമാക്കി. ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനപ്പെട്ടിയുമായി ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങ് എന്നെ വിളിച്ചു, എന്നാൽ ഈ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കിട്ടിയ ദേശീയ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 15 വാക്യം, നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. എനിക്ക് ലഭിച്ച വചനത്തിൽ ഞാൻ സന്തോഷിച്ചു. എന്നാൽ അത് എങ്ങനെ നിറവേറ്റുമെന്നതിന് ഒരു വ്യക്തതയും ലഭിച്ചില്ല. ആയതിനാൽ ഞാൻ പിന്നെയും കർത്താവിനോട് ചോദിച്ചു, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി തരുമോ? അപ്പോൾ ലഭിച്ചത് യെശയ്യാ 41 10 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എൻ്റെ ഹൃദയം സന്തോഷത്തിൽ നിറഞ്ഞു. എൻ്റെ ഈശോയുടെ സാന്നിധ്യത്തിലും വാഗ്ദാനത്തിലും പൂർണ്ണ
പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു. ഞാൻ ജീവിതയാത്ര തുടർന്നു. എൻ്റെ യാത്ര ഒട്ടും സുഖകരമായിരുന്നില്ല. ഒന്നെടുത്താൽ ഒന്ന് പ്രിയ എന്ന് പറയുന്നത് പോലെ രോഗത്തിൻ്റെ ശാരീരിക വേദനകൾക്കൊപ്പം മാനസിക വേദനകളും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ മുമ്പിലുള്ള ഏക വഴി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. സകലത്തിന്റെ പാതയിലാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ അങ്ങനെ തിരിച്ചറിഞ്ഞു. എൻ്റെ ഭാവി എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ദുരിതയാത്രയിൽ എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എനിക്കൊരു ലാപ്ടോപ്പ് തന്നു. അത് കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാക്കി. ഞാൻ ചെറിയ ലേഖനങ്ങൾ എഴുതുകയും പ്രോവിൻസിൻ്റെ വാർത്താക്കുറിപ്പ് തയ്യാറാക്കുകയും 3 വർഷത്തെ പ്ലാനർ ഡയറി തയ്യാറാക്കുകയും ചെയ്തു. കൂടാതെ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇമെയിൽ തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഞാൻ സജീവമായി. ജീവിതം കുറെ കൂടി അർത്ഥപൂർണമാക്കാൻ ഞാൻ കവിതകളും 2 നോവലുകളും ത്രൂ ദ മൾട്ടിപ്പിൾ സ്ക്രോസസ് എന്ന പുസ്തകവും എഴുതി. എൻ്റെ കവിതകളും നോവലുകളും എനിക്ക് നഷ്ടപ്പെട്ടു. പുസ്തകം ഇപ്പോഴും എൻ്റെ കൈവശം അതുപോലെ തന്നെയുണ്ട്. ഇത്രത്തോളം നടത്തിയ നല്ല തമ്പുരാൻ അത് എനിക്ക് നടത്തി തരുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ ജീവിതത്തിലെ വലിയ വെല്ലുവിളി ആരംഭിക്കുന്നത് 2013 ഞാൻ പൂർണ്ണമായും ഒരു കിടപ്പ് രോഗിയായതിന് ശേഷമാണ്. എന്നാൽ എൻ്റെ ചലനമറ്റ ശരീരത്തിന് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന ടേബിളിൻ്റെ സഹായത്തോടെ ഒരു ലാപ്ടോപ്പ് വയറിന് മുകളിൽ ചാരി വെച്ച് ഞാൻ എൻ്റെ ജോലി തുടർന്നു. സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ വളരെ കൃത്യതയോടെ ചെയ്യണം. ഞാൻ എൻ്റെ ശബ്ദം ഉപയോഗിച്ച് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിൽ അതും പറ്റില്ലെന്നായി. പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുക എന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടി ആയിരിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ ദാസിക്ക് നിഷ്ക്രിയമായിരിക്കാൻ ആവുകയില്ലല്ലോ. ദൈവമഹത്വത്തിനായുള്ള ദാഹത്താൽ ഞാൻ ജ്വലിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ വലതും ഇടതും കൈ എന്നതുപോലെ എന്നെ ശുശ്രൂഷിക്കുന്ന മധുവും ശാരദയ്ക്കും വേണ്ടി ഒരു ഭവനം പണിയുക എന്നത്. അതിനായി ഞാൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ആർണോൾഡിൻ്റെയും ഞാൻ ഒത്തിരി മാനിക്കുന്ന വിശുദ്ധ ഫാദർ പിയോയുടെയും മധ്യസ്ഥം ഞാൻ അപേക്ഷിച്ചു. അതിനായി ഒരു സ്ഥലം വാങ്ങുവാനുള്ള 3/4 പണം എൻ്റെ പ്രോവിൻസ് INCയിൽ നിന്നും, അതായത് ഇന്ത്യ സെൻട്രൽ, ബാക്കി പണം അഭുദയകാംക്ഷികളിൽ നിന്നും കുറച്ച് അവരുടെ സ്വന്തം കയ്യിൽ നിന്നുമായി സമാഹരിച്ചു. അങ്ങനെ അത് നിറവേറ്റി. ഇനി വീട് പണി. രാത്രി സമയത്ത് എന്നെ ശുശ്രൂഷിക്കുന്ന ശാരദയുടെ കയ്യിൽ വീട് പണിയുന്നതിന് 3/4 പണം ഉണ്ടായിരുന്നു. പക്ഷേ പകൽ കാര്യങ്ങൾ നോക്കുന്ന മധുവിന് ഒന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല. 3 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയ്ക്കും ശേഷം ദൈവഹിതത്തിനായി ഞാൻ വചനപ്പെട്ടി കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു, കർത്താവേ, ഇത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് തന്നെ സംസാരിക്കുക. എനിക്ക് ലഭിച്ചത് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിച്ചും വിശുദ്ധരുടെ മധ്യസ്ഥത അപേക്ഷിച്ചും ആവശ്യമായ പണം ഞാൻ കളക്ട് ചെയ്തു. COVID-19 അതിന്റെ പാരമ്യത്തിലും എൻ്റെ പകൽ സഹായിയായി ഇരുന്ന മധു ആശുപത്രിയിൽ മല്ലിടുന്ന സമയത്തുമായിരുന്നു വീട് പണി ആരംഭിച്ചത്. എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന രീതിയിൽ പണത്തിന്റെ കുറവ് അനുഭവപ്പെട്ടെങ്കിലും നല്ല ദൈവം എന്നോട് കരുണ കാണിച്ചു. എൻ്റെ പ്രോവിൻസിനോടും 10ാം ക്ലാസ് ബാച്ച്മേറ്റ്സിനോടും സ്നേഹിതരോടും
ബന്ധുക്കളോടും സുമനസ്സുകളോടും സഹോദരങ്ങളോടും തുടങ്ങി എന്നെ അകമഴിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. എൻ്റെ പ്രവർത്തനങ്ങൾ പിന്നീട് ഞാനായിരുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങി. ആദ്യം പ്രാർത്ഥനകളിലൂടെ ഞാൻ തുടർന്നു, എന്നാൽ അത് അർത്ഥപൂർണമായി തോന്നി. പിന്നീട് ആരാധനയിലേക്ക് തിരിഞ്ഞു. യൂട്യൂബിലൂടെ ആരാധന നടത്താൻ ഞാൻ ശ്രമിച്ചു, എങ്കിലും അത് ഫലവത്തായില്ല. അതിനാൽ എൻ്റെ മുറിയിൽ തന്നെ ആരാധന ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനായി സിസ്റ്റർ സുപ്പീരിയറിൻ്റെ അനുമതി എടുക്കുകയും ചെയ്തു. വർഷങ്ങളിലൂടെ ഞാൻ നടത്തിയ കഠിനാധ്വാനത്തെക്കാളും അർത്ഥപൂർണമായിരുന്നു പരിശുദ്ധ കുർബാനയുടെ ആരാധന. തുടക്കത്തിൽ 3 മണിക്കൂറും പിന്നീട് വ്യക്തിപരമായ കാരണത്താൽ അത് 2 മണിക്കൂറുമായി ചുരുക്കി. ഈ 2 മണിക്കൂർ സമയം കുറവായി തോന്നിയതിനാൽ ആഴ്ചയിൽ ഒരിക്കൽ 6-7 മണിക്കൂർ ആരാധന ചെയ്യുവാൻ തീരുമാനിച്ചു. ആ ദിവസങ്ങൾ എനിക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിരുന്നു. സ്തുതിയും ആരാധനയും മുഴുവൻ സഭയ്ക്ക് വേണ്ടിയും പ്രത്യേകം തിരുസഭയ്ക്ക് വേണ്ടിയും രാജ്യത്തിനും ലോകസമാധാനത്തിന് വേണ്ടിയും ബെനഫാക്ടേഴ്സ്ക്ക് വേണ്ടിയും അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ സമയം കർത്താവിനൊപ്പം ചെലവഴിച്ചു. എനിക്ക് ഏകാന്തത അനുഭവിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ദൈവം നൽകിയ നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഞാൻ വ്യാപ്തിയായിരുന്നു. അവിടുത്തെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം എൻ്റെ ജീവനും ജീവിതവും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനെല്ലാം എന്നെ അംഗീകരിക്കുകയും ആത്മാർത്ഥമായി പരിചരിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രവീൺ സഹോദരിമാരോടും ഒരു മടിയും കൂടാതെ എന്നെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുന്ന മധുവിനോടും ശാരദയോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. സഭയുടെ സ്ഥാപകനായ വിശുദ്ധ അർണോൾഡിൻ്റെ ധീരമായ ചൈതന്യവും 50 വർഷത്തോളം പഞ്ചശതങ്ങൾ സ്വശരീരത്തിൽ വഹിച്ച് ജീവിച്ച വിശുദ്ധ പിയോയും പ്രത്യാശയോടും ക്ഷമയോടും കൂടി ദൈവത്തിനായി കാത്തിരുന്ന ഞങ്ങളുടെ സഹസ്ഥാപിക മദർ മരിയായും അവിടുത്തെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന വിശ്വാസത്തോടെ ഉദ്ഘോഷിച്ച പരിശുദ്ധ അമ്മയും സന്തോഷത്തോടെ ജീവിക്കുവാൻ എനിക്ക് പ്രചോദനവും പിന്തുണയും അനുഗ്രഹവും നൽകി. വചനപ്പെട്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരുവചനം എടുത്തതിന് ശേഷം ആ ഭാഗം ബൈബിൾ തുറന്ന് വായിച്ച് ഓരോ ദിവസവും എന്നെ തന്നെ ശക്തിപ്പെടുത്തി. ദൈവത്തിന് സമർപ്പിതയായ ഒരു വ്യക്തിയെ ഒന്നിനും പിന്തിരിപ്പിക്കാനാകില്ല. അതിനായി നാം അവിടത്തേക്ക് സമർപ്പിക്കുകയും അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയ വഴിയിലൂടെ നടക്കുകയും വേണം. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. താങ്ക് യു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സിസ്റ്റർ സിനിയുടെ സാക്ഷ്യം കേട്ടല്ലോ. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകാറില്ലേ? ഇത് ശരീരം മുഴുവൻ തളർന്നു പോയിട്ടും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ കാണുന്ന ഒരു സന്യാസിനി. നമ്മുടെ സഹനങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ലോകത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിസ്സാരമാണെന്ന് കാണിച്ചു തരുന്ന ഒരു സന്യാസിനി. ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന അനുദിന കുരിശു വഹിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ നിത്യമഹത്വത്തിലേക്ക് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.